ഹായ്, വെൽക്കം ടു രമ്യാസ് ടേസ്റ്റ് ട്രാവൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്സ് ആണ്. അതിൽ റോളാണ് ഉണ്ടാക്കുന്നത്. ഒരു ബ്രെഡ്, പൊട്ടറ്റോ, ചീസൊക്കെ വെച്ചിട്ടുള്ള ഒരു റോളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പൊട്ടറ്റോ ഒക്കെ ഒന്ന് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ തോലൊക്കെ എടുത്ത് മാറ്റാം. നമുക്ക് പൊട്ടറ്റോ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. പൊട്ടറ്റോ നമ്മൾ നന്നായി ഉടച്ചെടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് ഒരു സവാള പൊടിയായി അരിഞ്ഞത്, ഒരു 4 പച്ചമുളക് അരിഞ്ഞത് പൊടിയായിട്ട്, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ഇതിട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരിക്കിടുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ലേശം കുരുമുളക് പൊടി, പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ ചാറ്റ് മസാല ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇടുന്നത് ഒരു മാജിക് ചിക്കൻ ക്യൂബാണ് ഇടുന്നത്, ചിക്കൻ സ്റ്റോക്ക്. അത് നമ്മളൊന്ന് പൊടിച്ചിടാം. നല്ലോണം ഇതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കാം. ഉപ്പ് അതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ചിക്കൻ ക്യൂബിൽ ഉപ്പ് ഉള്ളതാണ്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മല്ലിയില. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചീസാണ്. ഇത് മൊസറല്ല ചീസ് വേണമെങ്കിൽ ഇടാം, സ്ലൈസ് ചീസ് വേണമെങ്കിൽ ഇത് വേണമെങ്കിലും ഇടാം. ഇത് കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. നല്ല ഒരു ഫ്ലേവറാണ്. ഇത് നമുക്കിങ്ങനെ പിച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇത് കൈ കൊണ്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ടിടാം കേട്ടോ. ഞാൻ നോക്കുമ്പോൾ നല്ല ഏകദേശം ഒരു കുറച്ച് ഉപ്പുണ്ട്. ഒരു പൊടിക്ക് ഉള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇതിൽ ഉപ്പുണ്ട്, ചീസിലും ഇതിലൊക്കെ ഉപ്പ് രസമുള്ളതാണ്. എന്നിട്ട് ഇനി അത് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഓരോന്നെടുത്ത് അതിൻ്റെ അരികൊന്ന് കളയാം. എല്ലാ ബ്രെഡും നമുക്കിങ്ങനെ അരിക് കളഞ്ഞെടുക്കാം. നമ്മൾ അരികൊക്കെ മുറിച്ച് വെച്ചു. ഇനി നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കാം. എന്നിട്ട് അതൊന്ന് വെറുതെ ഒന്ന് വേഗം പെട്ടെന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ അമർത്തി എടുക്കാം. ഇനി നമ്മൾ നേരത്തെ ആക്കി വെച്ച പൊട്ടറ്റോ മസാല ഒന്ന് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ടത് വെച്ച് പതുക്കെ നമ്മൾ ശ്രദ്ധിക്കണം, പൊട്ടാതെ റോൾ ചെയ്തെടുക്കാം. നമ്മൾ നനച്ച കാരണം പൊട്ടാതെ എടുക്കാം. ബ്രെഡെല്ലാം റോൾ ചെയ്തെടുത്തു. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോന്നായിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊക്കെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിങ്ങനെ മറിച്ചിട്ട് മുരിച്ചെടുക്കാം. നമുക്കിതെടുത്ത് മാറ്റാം.
നല്ല മോൾ ഭാഗമൊക്കെ നല്ല ക്രിസ്പായിട്ട് വരും. അപ്പോൾ എടുക്കാം. അങ്ങനെ എല്ലാ റോളും നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ റോളും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ എല്ലാവരും പ്രാവശ്യത്തെ നോമ്പ് തുറക്കും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.